ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു FX ടോക്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റെഡ് ഡോട്ട് പേയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു റെഡ് ഡോട്ട് പേ വഴി ഡെബിറ്റ് കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ATM പോയി ഫണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, അതായത് വിഡ്രോസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി പറ്റുന്നതാണ്, USDT സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, P2P ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ എങ്ങനെയാണ് P2P ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ നമുക്ക് P2Pയെക്കാട്ടി സേഫ് ആയിട്ട് എങ്ങനെ വിഡ്രോസ് എടുക്കാന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ടാവും. കറൻസി റേറ്റും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കാർഡിലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ വിർച്വൽ കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്, ATM കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. വിർച്വൽ കാർഡ് ആണെന്നുണ്ടെങ്കിൽ $10 നമ്മൾ ഫീസായിട്ട് കൊടുക്കണം. ATM കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ $100 പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് ATM പോയിട്ട് വിഡ്രോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാണ് P2P ചെയ്യാൻ വേണ്ടി നോക്കാം. P2Pൻ്റെ ഏരിയ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കറൻസി റേറ്റും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓരോ ഏരിയാസിലേക്ക് പോയി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, എത്ര ടൈം എടുത്തു, എത്ര ട്രേഡ്സ് നടത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട് നമുക്ക് ബൈയും സെല്ലും കാണാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് അസറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ഫണ്ട് ഉണ്ട്, വിഡ്രോ ഉണ്ട്. വിഡ്രോ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ വിഡ്രോൺ ചെയിൻ ഉണ്ട്, ഫിയാറ്റ് പേ ഔട്ട് ഉണ്ട്. വിഡ്രോൺ ചെയിൻ ക്ലിക്ക് ചെയ്തതിന് നമുക്ക് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നെറ്റ്വർക്ക് അഡ്രസ്സ് കാര്യങ്ങൾ, എമൗണ്ടും കാര്യങ്ങളും കൊടുത്തിട്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ വിഡ്രോ തന്നെ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് ഫിയാറ്റ് പേ ഔട്ട് പറഞ്ഞുള്ള ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ USDT ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമുക്ക് കുറച്ചും കൂടി P2Pയെക്കാളും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നമുക്ക് വിഡ്രോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ $100 ആണ് കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ കറൻസി റേറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 8,846 രൂപയാണ് എനിക്ക് വിഡ്രോസ് ആയിട്ട് കിട്ടുന്നുണ്ടാകുക. ഓൾമോസ്റ്റ് $2 അവിടെ ഫീസായിട്ട് കൊടുക്കുന്നുണ്ടാവും. ആ ഒരു USD കൂടി കഴിഞ്ഞിട്ടാണ് 8,846 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടാകുക. നമുക്ക് ഏറ്റവും താഴെയുള്ള ഓപ്ഷനിൽ നമുക്കൊരു ആഡ് ബാങ്ക് അക്കൗണ്ടിന്റെ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ടും കാര്യങ്ങളും ക്രെഡിറ്റ് ആവുന്നുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇനി P2P ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. P2P ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബൈ ആൻഡ് സെൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ക്രിപ്റ്റോ വാങ്ങാനും അതേപോലെ സെല് ചെയ്യാനും USDT വാങ്ങാനും വിൽക്കാനും നമുക്ക് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു UPI എന്നുള്ള ഓപ്ഷൻ, അതായത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യലാണ് നമുക്ക് എത്രയാണ് USDT വരേണ്ടത്, ഏതാണ് പേയ്മെന്റ് നമുക്ക് റിസീവ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടാവും. ഓൺലൈനുള്ള ഒരു വ്യക്തിയുടെ അടുക്കുന്നതാണ് ഞാൻ വിഡ്രോസും കാര്യങ്ങളും, അതായത് ഫണ്ട് റിസീവും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി നോക്കുന്നത്. ഞാൻ മാക്സ് ആയിട്ട് എൻ്റെ അടുക്ക $97.44 ഉണ്ട്. അതിനുശേഷം സിൽ വിത്ത് സീറോ ഫീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. UPI വഴിയാണ് ഞാൻ ഫണ്ട് റിസീവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഡീറ്റെയിൽസിന് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം ഞാൻ QR അതേപോലെ UPI ഐഡിയും കൊടുത്തു. ഒതന്റിക്കേഷനിലേക്ക് പോയിട്ട് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. കുറച്ച് ടൈം കൊണ്ട് തന്നെ, അതായത് ഓൾമോസ്റ്റ് 1 മിനിറ്റ് അകത്ത് തന്നെ എനിക്ക് ഫണ്ടും കാര്യങ്ങളും റിസീവ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ സെയിം സംഭവം തന്നെയാണോ എൻ്റെ ഗൂഗിൾ പേയിലുള്ളത് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മാച്ച് ചെയ്ത് വന്ന സമയത്ത് ഓക്കെ ആണ്. അതിനുശേഷം ഞാൻ കൺഫേം പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കൺഫേം പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു USDT റിലീസും കാര്യങ്ങളാകുന്നുണ്ടാവും. പുള്ളിക്ക് USDT കിട്ടുന്നുണ്ടാവും. നമ്മൾ ആ ഒരു ഫണ്ടും കാര്യങ്ങൾ റിസീവ് എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. 2 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലാസ്റ്റ് വൺ നമ്മൾ കണ്ടു P2P എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകാന്ന്. നെക്സ്റ്റ് വൺ നമ്മൾ ഇതിനു മുമ്പേ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ ഫീസും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. കറൻസി റേറ്റും കുറച്ചും കൂടി കുറവായിട്ടാണ് കിട്ടുന്നുണ്ടാകും. പക്ഷേ P2Pയെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് ഓൺലൈനിൽ പർച്ചേസും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ ബേസ് ചെയ്തുകൊണ്ട്, അതായത് വിഡ്രോ ചെയ്യാതെ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാർഡിൽ പോയിട്ട് നമുക്ക് ആ ഒരു $10 കൊടുത്തിട്ട് വിർച്വൽ കാർഡോ അല്ലാന്നുണ്ടെങ്കിൽ $100 കൊടുത്തിട്ട് ആ ഒരു ഡെബിറ്റ് കാർഡോ, നമുക്ക് ATM പോയിട്ട് ഫണ്ട് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെബിറ്റ് കാർഡോ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കറിയാം ബൈനാൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ, FIU രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളുടെ ടാക്സിൽ വരുന്നുണ്ടാവും. ഇവിടെ നമുക്കിത് FIU രജിസ്റ്റേർഡ് അല്ല. അതേപോലെ തന്നെ നമുക്കിതിൽ പല മെത്തേഡ്സ് കാര്യങ്ങളുണ്ട്. P2P ഉണ്ട്. നമുക്ക് ആ ഒരു P2P നമുക്ക് അറിയാം ബൈനാൻസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം റെക്കോർഡ് ആകുന്നുണ്ടാവും. ഇതെല്ലാം നമുക്ക് ആ ഒരു ടാക്സിന്റെ സ്ലാബിലേക്കും മറ്റ് കണക്ക് കാണിക്കേണ്ട കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നുണ്ടാവും. ഇവിടെ FIU രജിസ്റ്റേർഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കാര്യം ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കമന്റ് ബോക്സിൽ. അതേപോലെ തന്നെ ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് $5 നിങ്ങൾക്ക്
കിട്ടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡെബിറ്റ് കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിർച്വൽ കാർഡ് ആക്സസ് ചെയ്തതിന് ആ ഒരു 5 USD ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പർച്ചേസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.